കോടികൾ മുടക്കി സിനിമ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ കുഞ്ഞുനാൾ മുതലേ സിനിമ കാണുന്ന ആളാണ്. അപ്പോഴേ എനിക്കറിയാം ഇത്ര കോടി സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം സിനിമ പിടിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആർക്കും ചെയ്യാം, ഇതിനുവേണ്ടി ഇറങ്ങണം, സമയം കണ്ടെത്തി ഇറങ്ങണം. അൻവർക്ക മുമ്പ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ, എങ്ങനെയാണ്? ആർട്ടിസ്റ്റായിട്ട് കുറെ പോയിട്ടുണ്ടായിരുന്നു, 2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആൽക്കുൽത്തങ്ങാടി എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അത്യാവശ്യം തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ചാനലായിട്ട്, ഒരു കോമഡി എന്റർടൈൻമെന്റ് ചാനലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിയത്? സ്വർണ്ണവേട്ട എന്ന് പറഞ്ഞൊരു ചാനൽ ചെയ്യുന്നത്, അത് ഫസ്റ്റ് ഹാഫ് ഇവിടെ സെക്കൻഡ് ഹാഫ് നാട്ടിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് ഈമാനുള്ള റിലീസിലേക്ക് എത്തി നിൽക്കണം. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് വേണം, ഇല്ലാതെ ഒരിക്കലും നടക്കൂല. ചെലവ് വന്നിട്ടുണ്ട്, അത് പറഞ്ഞാൽ കോടാനുകോടിയൊന്നും ആയിട്ടില്ല, സംഭവം ഫോണിലാണ്, എന്നാലും വലിയ ഫണ്ടായിട്ടില്ല. അപ്പോൾ എത്ര നമുക്ക് കണക്ക് കൂട്ടി പറയാൻ ചില മുബാറക്കിന് അറിയുള്ളൂ. കാരണം അവനാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ചിലവാക്കിയിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ ഇത് റിലീസ് ആവുന്നത് തിയേറ്ററിൽ കിട്ടൂല, ഒരു OTT പ്ലാറ്റ്ഫോമിൽ കിട്ടൂല. എന്നാൽ അവരെ സംബന്ധിച്ച് ഞങ്ങൾ പുതുമുഖങ്ങളാണ്, അത് എല്ലാവരും പുതുമുഖങ്ങൾ. നിങ്ങളുടെ ഡബിങ് കാര്യങ്ങൾ എല്ലാം എങ്ങനെ ചെയ്തു? ഡബിങ് അങ്ങനത്തെ ഒരു മയക്കാണ്, സ്റ്റുഡിയോ ഡബിങ് ഇല്ല ഇവിടെ. സ്റ്റുഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഖത്തറിൽ അത്യാവശ്യം കുഴപ്പമില്ല റീച്ചുള്ള സ്റ്റുഡിയോ എന്നാൽ വേവ് സ്റ്റുഡിയോ പറഞ്ഞാൽ എനിക്കതിൽ സ്റ്റുഡിയോ ഉണ്ട്, അച്ചായൻ്റെ അവിടെ 1 മണിക്കൂർ ഡബ് ചെയ്യണമെങ്കിൽ 150 റിയാൽ കൊടുക്കണം അവിടെ. നിങ്ങൾ എല്ലാവരും ഹൗസ് ഡ്രൈവർമാരാണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഈ ഒരു സിനിമ ചിത്രീകരിക്കാനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? സമയമില്ലാത്തൊരു ജോലി തന്നെയാണ്. കൂടുതലും ഇത് നൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മെട്രോയിൽ കയറി വരും, എന്നിട്ട് ഇവിടെ വന്നിറങ്ങും, പിന്നെ തിരിച്ചു പോകുമ്പോൾ പുലർച്ചെയാണ് പിന്നെ ഷൂട്ട് കഴിഞ്ഞ് അവിടെ എത്തുക. ആകെ ഒരു സീനെ ഷൂട്ട് ചെയ്യാനുള്ളൂ. അതുപോലെ മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ചിത്രീകരിക്കാനുണ്ട്.